ഓണാട്ടുകര വികസന ഏജൻസിയിൽ സ്തംഭനാവസ്ഥയെന്ന ആരോപണം. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് കായംകുളത്തെ ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർജീവവും സ്തംഭനാവസ്ഥയിലുമായ കായംകുളം ഓണാട്ടുകര വികസന ഏജൻസിയുടെ സ്തംഭന അവസ്ഥയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. ഈ മാസം 25-നാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് കർഷക കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു. 2 ജില്ലകളിലും 3 നഗരസഭകളിലും 56ഓളം ഗ്രാമപഞ്ചായത്തുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഓണാട്ടുകര പ്രദേശത്ത് 2 നെല്ലും 1 എള്ളും കൃഷി ചെയ്തിരുന്ന പ്രദേശമാണ്. എന്നാൽ ഓണാട്ടുകരയുടെ വികസനത്തിനായി നിലവിൽ വികസന ഏജൻസി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഏകദേശം 40ഓളം വർഷത്തോട് അടുക്കുമ്പോൾ ഓണാട്ടുകര വികസന ഏജൻസി കന്നുകുട്ടികളെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഒരു ജീപ്പും അതുപോലെ തന്നെ ഒരു വൈസ് ചെയർമാനും അടങ്ങിയ ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന. അതുപോലെ തന്നെ നമുക്കറിയാം, ആലപ്പുഴ ജില്ലക്കാരനായ മന്ത്രി, കൃഷിമന്ത്രി ഓണാട്ടുകരയുടെ പ്രിയപ്പെട്ട പുത്രനാണ്, പരിസ്ഥിതിവാദിയാണ് ശ്രീ പി പ്രസാദ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കൃഷിവകുപ്പ് മന്ത്രി. അദ്ദേഹം കൃഷിമന്ത്രിയായിട്ട് ഇപ്പോൾ ഏകദേശം 4.5 വർഷം പിന്നിടുന്നു. ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിലും ഓണാട്ടുകര പ്രദേശത്തിന്റെ പരിസ്ഥിതിവാദി, കാർഷിക മേഖലയുമായി താല്പര്യമുള്ള ആളെന്നുള്ള നിലയിലും അദ്ദേഹം മന്ത്രിയായിരുന്ന 4.5 വർഷക്കാലവും ഓണാട്ടുകര പ്രദേശത്തിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വന്യമൃഗ ശല്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന പന്നിയുടെ ശല്യം പോലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ തുടങ്ങി ഇപ്പോൾ 40ഓളം പഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യാപിച്ചിട്ടും അതിന് എതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും മന്ത്രി ശ്രീ പ്രസാദിന് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിക്കാൻ പാടില്ല. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി, ജില്ലാ ജനറൽ സെക്രട്ടറി രാജേന്ദ്രക്കുറുപ്പ്, കായംകുളം ടൗൺ സൗത്ത് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനെതിരെ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഇത് ചർച്ചയ്ക്ക് വെക്കുകയും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അഭിപ്രായത്തോടെ ഇവിടെ ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് ഒരു മാർച്ച് ധർണയും കർഷക കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മഞ്ജുഷ് മാത്യു തന്നെയാണ് ആ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.